അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് വീടുകളാണ്. സാധാരണക്കാരൻ താമസിക്കുന്ന ഓസ്ട്രേലിയയിലുള്ള രണ്ട് വീടുകളാണ്. ഈ വീടുകൾ രണ്ടും മെൽബണിലാണ് ഉള്ളത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടാണ് ഒരെണ്ണം, എൻ്റെ ഒരു അങ്കിളിൻ്റെ വീടാണ് മറ്റൊന്ന്. ഇവിടെ രണ്ടിടത്തും വീട്ടിൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ല, വിറ്റ വീടായതുകൊണ്ട് തന്നെ അടുത്ത ആൾക്കാർ വരുന്നതിന് മുമ്പുള്ള. അപ്പോൾ നിങ്ങൾ വീട് വാങ്ങിക്കുമ്പോഴോ റെൻറ്റിനെടുക്കുമ്പോഴോ വീടുകൾ ഇങ്ങനെ ആയിരിക്കാനാണ്, നിങ്ങളുടെ കയ്യിലോട്ട് ഇങ്ങനെയാണ് കിട്ടാൻ സാധ്യത. അപ്പോൾ നമുക്ക് വീട് രണ്ടും ഒന്ന് പോയി കണ്ടു നോക്കാം. ഒന്നാമത്തെ വീട്ടിലേക്ക് പോയി നോക്കാം. അപ്പോൾ വീടിന് രണ്ട് എൻട്രിയാണ് പൊതുവേ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് വീടിൻ്റെ മെയിൻ എൻട്രി, ഡോറിൻ്റെ എൻട്രി. രണ്ടാമത്തേത് നമ്മുടെ ഗരാജ്. ഇതാണ് പൊതുവെ വീടിൻ്റെ ഇവിടെയുള്ള വീടുകളിലൊക്കെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതുവേ വണ്ടിയായിട്ട് വന്ന് ഗരാജിലേക്ക് വണ്ടിയിൽ ഇറങ്ങി ഗരാജ് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡോറ് വഴി അകത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ ഡോറ്. ഈ ഗരാജിൻ്റെ അകത്തോട്ട് രണ്ട് വണ്ടി ഇടാനുള്ള സ്ഥലങ്ങളാണ് പൊതുവെ വീടുകൾക്കുള്ളത്. രണ്ട് വണ്ടി പാർക്ക് ചെയ്ത് നമ്മുടെ ബാക്കിയുള്ള അല്ലറ ചില്ലറ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സൈഡിൽ വാളിലൊക്കെ പിടിപ്പിച്ച് അങ്ങനെയാണ് പൊതുവെ. എൻ്റെ വീടും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഗരാജിൽ വണ്ടിയെ വന്ന് ഇറങ്ങി നമ്മുടെ സാധനങ്ങളുമായിട്ട് ഗരാജിൻ്റെ ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് കയറി പോകാൻ സാധിക്കും. അതാണ് വീടിൻ്റെ ഒരു ഏകദേശ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആൾക്കാരെ നമ്മളെ വീട്ടിലോട്ട് കാണാൻ വരുവാണെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് ആൾക്കാരെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഏത് വഴിയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഡോറുണ്ട്. അപ്പോൾ ആ ഡോറ് തുറന്നാണ് നമ്മൾ ആൾക്കാർ വന്ന് ആൾക്കാരെ സ്വീകരിക്കുക. അപ്പോൾ വണ്ടിയെ വന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഗരാജിൽ ഇറങ്ങും, പക്ഷേ നമ്മൾ നേരെ വരുമ്പം വീട്ടിനകത്തോട്ട് കയറുന്നത് ഈ വഴിയാണ്. അപ്പോൾ പൊതുവെ വീടുകളിലൊക്കെ തന്നെ ഇവിടെ ഒരു കോളിംഗ് ബെൽ ഉണ്ടാവും. ഈ കോളിംഗ് ബെൽ ഇപ്പോൾ ഇല്ലാത്തതിന് കാരണം ഇത് ഒരാൾ ഓൺ ചെയ്യുന്ന വീടോ അല്ലെങ്കിൽ റെൻറ്റിന് കൊടുത്ത വീടോ അല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് അത് പിടിപ്പിക്കാം. അപ്പോൾ അത് കോളിംഗ് ബെല്ലിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് വീടിൻ്റെ ആൾക്കാർക്ക് വന്നിട്ട് ഡോർ തുറക്കാം, നിങ്ങൾക്ക് അകത്തോട്ട് കയറി പോകാം. അങ്ങനെയാണ് വീടിൻ്റെ പൊതുവെയുള്ള അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി വീടിൻ്റെ രണ്ട് സൈഡ് നമുക്ക് വേണമെങ്കിൽ ഞാനൊന്ന് കാണിക്കാം എങ്ങനെ ഇരിക്കുന്നത്. ഡോർ ഇത് രണ്ടുമാണ്. അതുപോലെ വീടിൻ്റെ രണ്ട് സൈഡിൽ കൂടെയും അകത്തോട്ട് വേണമെങ്കിൽ കടക്കാം. പക്ഷേ അതൊരു ആക്സസ് ഡോർ അല്ല, നമുക്ക് പബ്ലിക്കിന് കടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയല്ല. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കോറിഡോറിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പം നമ്മൾ മുമ്പേ കാണിച്ച ആ ഗരാജിൻ്റെ ഡോർ ഇവിടെയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കണക്ഷൻ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗരാജ് തുറന്നു കഴിയുമ്പം ഇതാണ് ഗരാജ് തുറക്കുന്ന സ്ഥലം. അപ്പം നമുക്ക് ഗരാജിലേക്ക് ഇറങ്ങാം. നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് തിരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഡോർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനി നമ്മൾ ഗരാജ് അടച്ച് ഇതിലേക്ക് നമ്മുടെ സാധനങ്ങളുമായിട്ട് നമ്മൾ കടന്നു വരുമ്പം ഇതൊരു കോറിഡോർ പോലെയാണ്, ഒരു നാരോ പാത്താണ്. ഇതിന് നമുക്കുള്ളത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള തെർമോസ്റ്റാറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കിച്ചനോട് അടുത്തായിരിക്കും. അത് മാറി മാറി വരാം. എനിവേ നമുക്ക് ചൂടോ തണുപ്പോ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാനുള്ള AC സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ഇവിടെ ഉണ്ടാവും. അതുപോലെ നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഇനി നമുക്ക് ഈ വീടിനുള്ള ഒരു റൂമാണ് സ്റ്റഡി റൂം, അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു ബെഡ്റൂം പോലെ തന്നെ ഇതൊരു മറ്റൊരു ബെഡ്റൂമാണ്. പലരും പല യൂസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ റൂമിൻ്റെ യൂസ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് വേണമെങ്കിൽ തിയേറ്ററായിട്ട് ഉപയോഗിക്കാം. പൊതുവേ തിയേറ്ററായിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഒരു സൈഡിൽ നമ്മുടെ സോഫ വെച്ചിട്ട് മറ്റൊരു സൈഡിൽ ഡിസ്പ്ലേ വെച്ച് അങ്ങനെ ഒരു തിയേറ്റർ റൂമാക്കി മാറ്റാറുണ്ട്. അല്ലെങ്കിൽ ഇതൊരു സ്റ്റഡി റൂമായിട്ട് ആൾക്കാർ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ ടോയ് റൂമായിട്ട് ഒക്കെ തന്നെ ആൾക്കാർ എടുക്കാറുണ്ട്. എനിവേ ഇതങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വിൻഡോകളൊക്കെ തന്നെ ഇങ്ങനെയാണ്, അതായത് പാളി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് മതി നമുക്ക്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് വെയിൽ ഇങ്ങനെ ഇടാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ വിൻഡോസാണ് മിക്കപ്പോഴും കാണുന്നത്. നാട്ടിലുള്ള പോലെ തടി വിൻഡോ അല്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ വിൻഡോയുടെ ഏകദേശ രീതി ഒന്ന് മനസ്സിലാവും. അതായത് വിൻഡോ എന്ന് പറയുന്നത് ഫുൾ ഗ്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും കള്ളന്മാർ വരാനുള്ള സാധ്യതയില്ലെന്ന്. അത്രത്തോളം കള്ളന്മാരുടെ ശല്യമൊന്നും കണ്ടിട്ടില്ല. എനിവേ കള്ളന്മാർക്ക് പൊട്ടിക്കാവുന്നേ ഉള്ളൂ. ഇത് സാധാരണ ഒരു വിൻഡോ ആണ്. ഇതാണ് ഇവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള വീടുകളിലൊക്കെ തന്നെ വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാസ്, പിന്നെ ഇവിടെ ഗ്ലാസ്സിന് കൂടാതെ നമുക്ക് ഈ ഗ്ലാസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു വല പോലൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ ഈച്ചയൊന്നും കിടക്കാതെ നമുക്ക് ഫുള്ളായിട്ട് തുറന്നിടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ കാറ്റ് കയറി വരും, പക്ഷേ ഈച്ചയോ അങ്ങനത്തെ ഫ്ലൈസ് ഒന്നും കയറി വരാതിരിക്കാൻ വേണ്ടി ഫ്ലൈ സ്ക്രീൻ ഇവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് വിൻഡോയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ പൊതുവെയുള്ള വീടുകളുടെ ഒക്കെ തന്നെ സ്റ്റഡി റൂമും അതുപോലെ ബെഡ്റൂമും ഒക്കെ തന്നെ നമ്മൾ ആൾക്കാർ ഒക്യുപ്പൈ ചെയ്യുന്ന റൂമുകളിലൊക്കെ തന്നെ സീലിങ്ങിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് തണുപ്പിന് വേണ്ടിയുള്ള എയർ കണ്ടീഷനിങ്ങിന് വേണ്ടിയുള്ള വെൻറ്റ്, അതൊരു സ്ക്വയർ ലുക്കിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ വെൻറ്റ് കണ്ടാൽ അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇതേ റൂമിൽ തന്നെ ഹീറ്റിങ്ങിന് വേണ്ടി മറ്റൊരു റൗണ്ടഡ് വെൻറ്റ് ഉണ്ടാവും. അതാണ് നമ്മുടെ ഹീറ്റിംഗ് സിസ്റ്റം, അതായത് നമ്മുടെ ഡക്റ്റഡ് ഗ്യാസ് ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് വരുന്ന വെന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് പൊതുവെ ഇവിടെയുള്ള റൂമുകളിൽ കാണാറുള്ള. ബെഡ്റൂമിലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള റൂമുകളിലും ഒക്കെ ആൾക്കാരുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹീറ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ റൗണ്ടഡ് വെന്റിലൂടെ ചൂട് വരും. അതുപോലെ എയർ കണ്ടീഷനിങ് ആണ് അല്ലെങ്കിൽ തണുപ്പിക്കാനാണ് പോകുന്നത് സമ്മറിലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള വെന്റിൽ കൂടെ നമുക്ക്
തണുപ്പിക്കാനുള്ള എയർ കണ്ടീഷനിങ്ങിൻ്റെ എയറും വരും. അതാണ് മിക്കപ്പോഴും ഉള്ള റൂമുകളുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി റൂമിൻ്റെ ഏകദേശം ഒരു വർണ്ണന നിങ്ങൾക്ക് മനസ്സിലായാലും എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റഡി റൂം കഴിഞ്ഞു. ഇപ്പം നമുക്ക് അടുത്ത റൂമിലേക്ക് പോയി നോക്കാം. ഇതായിരുന്നു നമ്മുടെ സ്റ്റഡി റൂം. നമ്മൾ സ്റ്റഡി റൂമിൽ ഔട്ട് സൈഡ് എത്തി. ഇനി നമ്മൾ സ്റ്റഡി റൂമിൽ നിന്ന് പോവുകയാണ്. ഇപ്പോൾ സ്റ്റഡി റൂമിൽ നിന്ന് പോകുമ്പോൾ പൊതുവെ വീടുകൾക്ക് കണ്ടുവരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഇടനാഴി വീണ്ടും കടന്ന് ടോയ്ലറ്റിലേക്ക് കയറും. പിന്നെ ഒരു ബാത്റൂം സെപ്പറേറ്റ് ഉണ്ടാവും. ഇത് എന്ന് പറയുന്ന ഒരു ബാത്റൂമാണ്. നമുക്ക് ഡിഷ് വാഷ് അല്ല വാഷ് ബേസിനും അതുപോലെ ഒരു ഷവറും ഒക്കെ ഉള്ള ഒരു റൂമാണ്. സെയിം അവിടെ നമ്മൾ ബെഡ്റൂമിൽ കണ്ട അതേ രീതി തന്നെ ഒരു ഷവർ ക്യൂബിക്കിൾ ഉണ്ടാവും, ഒരു വാഷ് ബേസിൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു നമുക്ക് കിടന്ന് കുളിക്കാനുള്ള, നമുക്ക് പതപ്പിച്ചൊക്കെ സിനിമയിലൊക്കെ കാണുന്നില്ല, അങ്ങനെ കുളിക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാവും. ചൂടും തണുപ്പും. അതുപോലെ തന്നെ വാഷ് ബേസിനിലും ഷവറിലും എല്ലായിടത്തും ചൂടും തണുപ്പും ബട്ടൺ ഉണ്ടാവും. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറ്റി കളിക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ ആ സൈഡിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ചെറിയ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ ടോയ്ലറ്റ് ആയിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള വീടുകളിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ കുറ്റിയൊന്നും ഉണ്ടാവില്ല. ഒരു ഡോർ ഉണ്ടാവും. അത് ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി പോലും മിക്ക ടോയ്ലറ്റുകളും ഉണ്ടാവില്ല. കാരണം നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർ നമ്മുടെ വീട്ടുകാർ തന്നെ ആയതുകൊണ്ട് അത് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. അപ്പം മിക്കപ്പോഴും ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഫാദർ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഫാദറും മദറും ഒക്കെ വരുമ്പോൾ ആൾക്കാർ ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ലോക്ക് പിടിപ്പിക്കും ഡോറിന് സെപ്പറേറ്റ്. കാരണം ഇവിടുത്തെ വീടുകളിൽ ലോക്ക് പിടിപ്പിച്ചല്ല നമുക്ക് ടോയ്ലറ്റ് പൊതുവെ തരാറ്. ലോക്ക് പിടിപ്പിച്ച വീടുകളും ഉണ്ട്. പക്ഷേ പൊതുവെയുള്ള നോർമലായിട്ട് ആൾക്കാർ താമസിക്കുന്ന വീടുകളിൽ ലോക്കില്ല. നമുക്ക് പൊതുവെ അത് നമ്മൾ തന്നെ പിടിപ്പിക്കേണ്ടി വരും. പിന്നെ നമുക്ക് അതേ സൈഡിൽ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീടിൻ്റെ അതേ ഓപ്പോസിറ്റ് സൈഡിൽ കാണാൻ പറ്റും മറ്റൊരു ബെഡ്റൂം. അപ്പോൾ നമുക്ക് മെയിൻ ബെഡ്റൂമാണ് ആദ്യം കണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ബെഡ്റൂം, രണ്ടാമത്തെ ആൾക്കാർ. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ പല അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ അടുത്ത ആളുടെ റൂമാണ് കുട്ടിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കടന്നു വന്ന് നോക്കാം. ഇതിൻ്റെ അകത്തുള്ള മറ്റേ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സെയിം കാര്യങ്ങളാണ്. ബെഡ്റൂം ഒക്കെ തന്നെ സെയിം ആണ്. പക്ഷേ മെയിൻ ബെഡ്റൂം ആയിരിക്കും ഓൾവേസ് ഒരു വീടിൻ്റെ ബിഗ് ആയിട്ടുള്ള റൂം എന്ന് പറയുന്നത്. അതിനെ കഴിഞ്ഞും ഇത്തിരി കൂടി ചെറിയ ആയിട്ടുള്ള റൂം ആയിരിക്കും മറ്റുള്ള റൂമുകൾ. അതുപോലെ ഒരു റൂമാണ്. മുമ്പേ കാണിച്ച പോലെ തന്നെ അതേ സെയിം വിൻഡോസ് നമുക്ക് തുറക്കാം, ഹാഫായിട്ട് തുറക്കാം. കടന്നു വരാതിരിക്കാനുള്ള സ്ക്രീനുണ്ട്. അതുപോലെ ചൂട് വെൻ്റുണ്ട്, തണുപ്പിനുള്ള വെൻ്റ് വേറെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അപ്പുറത്ത് കണ്ടത് വോക്ക് ഇൻ കബോർഡ്, അതായത് നമുക്ക് അതിൻ്റെ അകത്തൂടെ നടന്നു പോകാവുന്നതായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് മറ്റൊരു രീതിയാണ്. അതായത് ഇങ്ങനത്തെ ഒരു കബോർഡാണ്. നമുക്ക് ഇങ്ങനെ തുറക്കാം. നമ്മുടെ ബെഡ് ഇവിടെ കിടപ്പുണ്ടാവും. നമുക്ക് നമ്മുടെ തുണിയും ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ ഇവിടെ ഈ കബോർഡിൽ വെക്കാം. തുണി തൂക്കിയിടാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത്രയാണ് പൊതുവെ വീട് മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കബോർഡായിട്ട് നമ്മൾ തന്നെ തടി മേടിച്ച് അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കബോർഡ് അടച്ചേക്കാം. എന്തായാലും ഇത് ബെഡ്റൂമിൻ്റെ കബോർഡ്. അപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട് ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ ഇത്രേ ഉണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്താണ് പിന്നീട് വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു റൂമുണ്ട്. ആ റൂം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അതിൻ്റെ സിമെട്രിക്കൽ ആയിട്ടുള്ള മറ്റൊരു റൂമാണ്. ഇതിന് വേറെ ഒന്നും ഇല്ല. ഈ സെയിം കാര്യം, വിൻഡോ, ചെറിയൊരു റൂം. അതുപോലെ തന്നെ ഇതേ സൈഡിൽ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കണ്ട പോലെ തന്നെ ഒരു കബോർഡ്, സെയിം കബോർഡ് ഇവിടെ ഉണ്ടാവും. സെയിം കബോർഡ് തന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. അതുപോലെ നമ്മുടെ തൂക്കിയിടാനുള്ള ഉടുപ്പൊക്കെ ഇവിടെ തൂക്കിയിടുക. അതുപോലെ നമുക്ക് ഈ കബോർഡ് ഇപ്പോൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ സെയിം റൂമാണ്. നമ്മുടെ ബെഡിടാനുള്ള ഒരു സ്ഥലം ഇവിടെയുണ്ട്. നമ്മുടെ കബോർഡ് ഇവിടെയുണ്ട്. വിൻഡോ അവിടെ. ബാക്കി തണുപ്പിനുള്ള ചൂടിനുള്ളതായിട്ടുള്ള വെൻറ്റുകളും ഉണ്ട്. പിന്നെ നമ്മുടെ ഡോർ ഇതാണ്. അപ്പോൾ നമുക്ക് ഈ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങി നോക്കി. ഇത് ആ മറ്റേ റൂമിൻ്റെ അതേ സിമെട്രിക്കലായിട്ടുള്ള ഒരു റൂമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട് സൈഡിലേക്ക് വീണ്ടും വരാം. ഇനി നമ്മൾ വീണ്ടും കോറിഡോറിലേക്ക് എത്തി. ഇപ്പം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വീടിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വീടിൻ്റെ എൻട്രി ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഈ കോറിഡോറിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ കോറിഡോറിൽ തന്നെ ഒരു കബോർഡ് ഉണ്ട്. ഈ കബോർഡ് എന്ന് പറയുന്നത് ലിനൻ കബോർഡാണ് പൊതുവേ ആൾക്കാർ എടുക്കാറ്. ലിനൻ എന്ന് പറയുന്നത് നമ്മുടെ തുണികളും അലക്കിയ തുണികളൊക്കെ വെക്കുന്ന ഒരു കബോർഡാണ് പൊതുവേ. കാരണം ഇത് കിച്ചൺ കബോർഡ് അല്ല. കാരണം ഇത് ഇവിടെ കിച്ചൺ ആയിട്ടില്ല. കിച്ചൺ എന്ന് പറയുന്നത് അടുത്ത സ്ഥലത്താണ്. അവിടെ വേറെ കബോർഡുണ്ട്. അതിന് പകരമുള്ള ഒരു കബോർഡാണ് ലിനൻ കബോർഡ്. നമുക്ക് നമ്മുടെ തുണികളൊക്കെ അലക്കിയതിന് ശേഷം ഇവിടെ കൊണ്ടിടാം. ഇതിൻ്റെ കബോർഡും കൂടെ നമുക്ക് കബോർഡിൻ്റെ വുഡൻ അറേഞ്ച്മെൻറ്റൂടെ നമുക്ക് കിട്ടും ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ തുണി കൊണ്ട് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മറ്റുള്ള സ്റ്റോർ ചെയ്ത് വെക്കേണ്ട മറ്റുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ വെക്കാം. നമുക്ക് ആവശ്യമുള്ള ജനറലായിട്ട് നമ്മൾ ഔട്ട് സൈഡ് പോകുമ്പോൾ നമുക്ക് എടുക്കാനുള്ള സാധനങ്ങളോ നമ്മുടെ വീടിൻ്റെ കീയോ ഒക്കെ തന്നെ ഞാനിവിടെ എൻ്റെ വീടിൻ്റെയൊക്കെ കീ ഒക്കെ ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. അപ്പോൾ ഇതാണ് കോറിഡോറിലുള്ള മറ്റൊരു കബോർഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കബോർഡ് അടച്ചേക്കാം. ഇനി നമ്മൾ വീണ്ടും ഇങ്ങനെ ഈ കോറിഡോറിൽ കൂടെ തന്നെ നേരെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇടത് സൈഡിൽ ഒരു ചെറിയ റൂമുണ്ട്, വലത് സൈഡിൽ ഒരെണ്ണമുണ്ട്. വലത് സൈഡ് എന്ന് പറയുന്നത് ലിവിംഗ് ആണ്. ആൾക്കാർ വന്നു കഴിയുമ്പം 2 സോഫയാണ് പൊതുവേ കാണാറ്. സെയിം റൂം, വെൻറ്റുകൾ തണുപ്പിനുള്ളതുണ്ട്, ചൂടിനുള്ള വെൻറ്റുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ റൂമിൽ
ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് ഈ രീതിയിലാണെങ്കിൽ മറ്റൊരു അടുത്ത വീട് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ രീതിയിലാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് കിച്ചണിലേക്കും ലിവിങ്ങിലേക്കും ഒരു വ്യൂ ഉണ്ട്. പക്ഷേ ഇവിടെ 2 സോഫ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരുന്നവർക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. വിൻഡോ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലരെങ്കിലും ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ റൂമുകളിലെ ഒരു തിയേറ്റർ ആക്കി മാറ്റും. ക്ലോസ് ചെയ്തിട്ട് അവിടെ സ്ക്രീൻ വാളിൽ ഒരു തിയേറ്റർ അറേഞ്ച്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന മറ്റൊരു ചെറിയ റൂം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ റൂം എന്ന് പറയുന്നത് നമ്മുടെ ലോണ്ട്രിയാണ്. ലോണ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി കഴുകാനുള്ള വാഷിംഗ് മെഷീന്, അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ചെറിയ റൂമാണ്, നമ്മുടെ ടോയ്ലറ്റ് പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു ചെറിയ റൂമാണ് ഈ ലോണ്ട്രി എന്ന് പറയുന്നത്. ഈ ലോണ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കൺജസ്റ്റഡ് ആയിരിക്കും മിക്കപ്പോഴും. എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ കൺജസ്റ്റഡ് ആണ്. ഈ ലോണ്ട്രിയിലെ ഒരു വാഷ് ബേസിൻ ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ ക്യൂബിക്കൽ സ്പേസ് ഉണ്ട്. അവിടെ എന്ന് പറയുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇടുക, ഡ്രയർ അതിൻ്റെ മുകളിൽ വെക്കുക. അതുപോലെ ചിലരൊക്കെ കബോർഡ് അതിൻ്റെ മുകളിൽ വെക്കാറുണ്ട്. കാരണം നമ്മുടെ സോപ്പ് പൊടിയും അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു വീടിന് മുകളിലൊരു സെറ്റപ്പ് അതുണ്ടാകാറുണ്ട്. ഇവിടെ ഇല്ല. ബട്ട് എനിവേ നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഒരു ചെറിയ കബോർഡുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെക്കാൻ പറ്റുന്ന ചെറിയൊരു കബോർഡുണ്ട്. അത് ഞാൻ ഇന്ന് കാണിക്കാം. ഇതാണ് ആ ചെറിയ കബോർഡ്. ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വേറെ തിട്ടകൾ പിടിപ്പിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതാണ് ആ കബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് അടച്ചേക്കാം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഈ ലോണ്ട്രിയിൽ തന്നെ പൊതുവെ സംഭവിക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലോണ്ട്രിയിൽ തന്നെ നമുക്ക് വീടിൻ്റെ ഔട്ട് സൈഡിലേക്ക് പോകാനുള്ള ഒരു ഡോറും കൂടി ഉണ്ടാവും. ആ ഡോർ എങ്ങനെ ഇരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ഡോറ് ഞാനിപ്പോൾ തുറക്കുന്നില്ല. പക്ഷേ ഇത് മുമ്പേ കാണിച്ച പോലെ തന്നെ വിൻഡോയുടെ അറേഞ്ച്മെൻറ്റ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഔട്ട് സൈഡിലേക്ക് പോകാം. നമ്മുടെ തുണി അലക്കിയിട്ടത് സണ്ണിന് ഇപ്പം സൂര്യൻ ഉള്ള സമയത്ത് ഔട്ട് സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങാൻ എളുപ്പമുള്ളത് തന്നെ ഔട്ട് സൈഡിലിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അലക്കി ഔട്ട് സൈഡിലേക്ക് ഇടാൻ സാധിക്കും. പുറത്ത് അയയൊക്കെ ഇന്ത്യൻ വീടുകളിലൊക്കെ തന്നെ അയയുണ്ട്. ആ അയയിൽ നമുക്ക് തൂക്കിയിട്ട് ഉണക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ലോണ്ട്രി റൂം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോണ്ട്രി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നമുക്ക് അതേ കോറിഡോറിൽ കൂടെ പോയി നമ്മുടെ കിച്ചണിലേക്കും കിച്ചണോടനുബന്ധിച്ചുള്ള ലിവിങ് റൂമിലേക്കും ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇതാണ് മുമ്പേ കാണിച്ച ലിവിങ് റൂം ചെറിയത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വീണ്ടും നമ്മുടെ കോറിഡോറിൽ കൂടെ കടന്നു വരുന്ന സമയത്ത് നമുക്കുള്ള മറ്റൊരു ലിവിങ് റൂമാണിത്. ഇവിടെയും പൊതുവേ കാണാറുള്ളതെന്ന് പറയുന്നത് സോഫയും 2 സൈഡിലും സോഫ അല്ലെങ്കിൽ ഒരു TV. ഇവിടെ TVക്കുള്ള അറേഞ്ച്മെൻറ്റ് വാളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ TV മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ അങ്ങേ സൈഡിൽ ഇരുന്ന് നമ്മുടെ ദൂരെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ 2 സോഫയാണ് പൊതുവെ വരാറ്. അതുപോലെ തന്നെ കുറേ പവർ പോയിന്റുകളും ഒക്കെ തന്നെ വാളിലുണ്ടാവും. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ കാർപ്പറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് വുഡൻ ഫ്ലോറിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇത് പീസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടാൽ മനസ്സിലാവില്ല, നമുക്ക് ഒറ്റ പീസായിട്ട് തോന്നുമെങ്കിലും ഇതുണ്ടോ പീസ് ആയിട്ടുള്ള ഓരോ എന്താ പറയുക വുഡൻ പീസസ് ആണ്. ഇത് നമ്മൾ അറ്റാച്ച് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതുണ്ട്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ കോർണറിലുള്ള ആ ഗ്രൂവ് എടുത്ത് മാറ്റിയാൽ മാത്രമേ ഈ വുഡൻ ഫ്ലോറിങ് എടുത്ത് മാറ്റി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിവേ ഇതാണ് കാർപ്പറ്റും ആ വുഡൻ ഫ്ലോറിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ അതാണ് വീടുകളിൽ പൊതുവെയുള്ള അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. വിൻഡോ ഒക്കെ തന്നെ സെയിം ആണ്. ഇവിടെ വിൻഡോ ഉണ്ട്, സെയിം അറേഞ്ച്മെൻറ്റ്, ഫ്ലൈ സ്ക്രീൻ ഉണ്ട്. എല്ലാ വിൻഡോകൾക്കും നമുക്ക് വേണമെങ്കിൽ തുറന്നിടാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആക്കാം. അതുപോലെ തന്നെ തണുപ്പിനുള്ള വെൻ്റുണ്ട്, ചൂടിനുള്ള വെൻ്റുണ്ട്. ഇവിടെ രണ്ടും ഉണ്ട് ഈ റൂമിൽ. ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ കിച്ചണിലാണ് ഉള്ളത്. നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരുവിധപ്പെട്ട വീടുകളൊക്കെ തന്നെ ഇങ്ങനെ ഓപ്പൺ പ്ലാനുകളാണ്. നിങ്ങൾ മറ്റുള്ള യൂട്യൂബ് വീഡിയോകളൊക്കെ നോക്കിയാൽ തന്നെ കാണാം, ഓപ്പൺ പ്ലാനുകളാണ് ഓസ്ട്രേലിയയിലെ വീടുകൾക്കുള്ളത്. ഓപ്പൺ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിലൊക്കെ നാട്ടിലുള്ള കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു ലിവിങ് റൂം, ഒരു ഡൈനിങ് ഹാള്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്കുള്ള ഒരു തലം, അതിനുശേഷം മറ്റൊരു റൂം ഫുള്ളി എൻക്ലോസ്ഡ് ആയിരിക്കും. ഒരു ഡോറിൽ കൂടെ കടന്നു പോയി വേണം നമ്മൾ കിച്ചണിലെത്താൻ അല്ലേ. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ആ ഡൈനിങ് റൂമിൽ ഇരിക്കുന്നവരോട് കിച്ചണിലുള്ള ആൾക്കാർക്ക് സംസാരിക്കാനും കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും സംസാരിക്കാനും ഒക്കെ സാധിക്കും. ഇതാണ് കിച്ചൺ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ കിച്ചൺ ഐലൻഡിൽ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ അടിയിൽ നമുക്ക് കുറേ കബോർഡുകളുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രങ്ങളും അങ്ങനത്തെ സ്പൂണുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഇതിലേക്ക് നമുക്ക് ചേരാൻ സാധിക്കും. പിന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിഷ് വാഷർ. അതിപ്പോൾ ഒരുവിധപ്പെട്ട 90% വീടുകൾക്കും ഡിഷ് വാഷർ ഉണ്ടാവും. വാടകയ്ക്ക് എടുത്താലും വീട് വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല. പക്ഷേ പഴയ ആൾക്കാർ ചിലപ്പം വെച്ചിട്ട് പോകും. അത് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ വെച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഡിഷ് വാഷർ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഡിഷ് വാഷർ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടുത്തെ ഡിഷ് വാഷർ നമുക്ക് നോക്കിയാൽ കാണാം. നമ്മുടെ പാത്രങ്ങളൊക്കെ ഇതിൽ വെക്കുക, നമ്മുടെ സ്പൂണുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 മണിക്കൂർ കൊണ്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ പൊതുവെ മടിയന്മാരാണ്. പാത്രം കഴുകുക എന്നൊരു കാര്യം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം നമ്മളിവിടെ ചെയ്യുന്ന കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുക, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക,
വാഷ് ബേസിന് വെച്ച് അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് വെച്ചേക്കും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഓസ്ട്രേലിയയിലുള്ള വീടുകളിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണെങ്കിൽ ആ വീടുകളിലെ പ്ലേറ്റുകളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും, തിളങ്ങുന്ന പോലത്തെ ക്ലീൻ ആയിരിക്കും. കാരണം ഇതുപോലത്തെ ഡിഷ് വാഷ് വെച്ചാൽ ക്ലീൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വരുമ്പോൾ ഒരു വാഷ് ബേസിനുണ്ട്. ആ വാഷ് ബേസിൻ്റെ ചെറിയൊരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാം. നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഐലൻഡിൽ വെച്ചായിരിക്കും. അതിനുശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ, കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ 2 തരത്തിലുള്ള സ്റ്റൗ ആണ് നമുക്ക് ഓസ്ട്രേലിയയിലുള്ള. ഒന്ന് ഇലക്ട്രിക് കിച്ചൺ എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് പറയുന്നത് ഗ്യാസ്. ഇത് ഗ്യാസാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗ്യാസ് ഓട്ടോമാറ്റിക്കായിട്ട് ബേൺ ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഇതിൽ ചെയ്യാൻ സാധിക്കും. അത് ഓട്ടോമാറ്റിക് ഇഗ്നിഷനാണ്, നമ്മുടെ ഇഗ്നേറ്റർ ഒന്നും ആവശ്യമില്ല. അത് നമ്മളിവിടെ ഉണ്ട്. പിന്നെ അതിന് താഴെ തന്നെ ഗ്രില്ലിംഗ് ഉണ്ടാവും. അത് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കാണ്, അത് ഗ്രില്ല് ചെയ്തെടുക്കാം. പിന്നെയുള്ള മറ്റു കാര്യം എന്ന് പറയുന്നത് ഒരു കുക്ക് ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ, നമ്മളിത് എൻക്ലോസ്ഡ് വീടാണ്. നാട്ടിലെ പോലെ ചിമ്മിനി ഒന്നും ഇവിടെ ഉള്ള. ആ ചിമ്മിനി എന്ന് പറയുന്നത് ചെറിയൊരു കൊച്ചു ചിമ്മിനിയാണിത്. ഇതിലേക്ക് നമ്മുടെ പുകയെല്ലാം വന്ന് ആ പുക ഈ ഇതിലൂടെ കടന്നു പോയി വീടിൻ്റെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു തുള്ളി പോലും പുക വീടിൻ്റെ അകത്ത് നിൽക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഇവിടെ ഒരു ഫാൻ ഉണ്ട്. ആ ഫാൻ ആ എയറിനെ സക്ക് ചെയ്ത് ഔട്ട് സൈഡിലേക്ക് കളയും. അതാണ് കിച്ചൺ ഹുഡ്. അതുപോലെ തന്നെ ഈ കിച്ചണിൽ ഇഷ്ടംപോലെ കബോർഡുകൾ ഉണ്ടാവും. ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കബോർഡ്, ഇത് നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാം. ഇവിടെ എൻ്റെ വീട്ടിലിരിക്കുന്ന അച്ചാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ മുളക് പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇവിടെ വെക്കാം. പിന്നെ നമുക്ക് ഇതേ ഐലൻഡിൻ്റെ പോലെ തന്നെ ഒരു ഏരിയ ഇവിടെയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ വെക്കാം. ഇപ്പം നമ്മളെ പച്ചക്കറി കട്ട് ചെയ്തതിൻ്റെ മിച്ചവും അല്ലെങ്കിൽ അങ്ങനത്തെ സകല സാധനം വെക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എന്താ പറഞ്ഞല്ലോ, ലിനൻ കബോർഡാണ് അവിടെ നമ്മൾ കണ്ടത്. ഇവിടെ നമുക്കുള്ളതെന്ന് പറയുന്നത് മറ്റൊരു കബോർഡാണ്. ഇതിൻ്റെ പേരാണ് കിച്ചൺ കബോർഡ്. ഇത് ചെറുതാണ്, പക്ഷേ ചില വീടുകൾക്കൊക്കെ ചെറുതുണ്ട്, ചില വീടുകൾക്കൊക്കെ വലുതുണ്ട്. അപ്പോൾ ഈ ചെറിയ കബോർഡിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മുളക് പൊടി അങ്ങനെ സാധനങ്ങളൊക്കെ ആൾക്കാരെ ഇഷ്ടമാണ്. പാൻട്രിക്ക് ആവശ്യമുള്ള, കിച്ചണിൽ കുക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയാണ് വെക്കാറ്. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് വെക്കാറ്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം സഹിക്കാൻ മതി, നമ്മൾ കബോർഡ് അടച്ചേക്കാം. ഈ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഇതാണ് നമ്മുടെ മൈക്രോവേവ് ഓവൻ വെക്കുന്ന സ്പേസ്. നമ്മളത് ഭക്ഷണം ചൂടാക്കി 2-3 ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം ചൂടാക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ്, അത് മിക്കപ്പോഴും വീടുകളിൽ കാണാറുണ്ട്. ഇതാണ് മൈക്രോവേവിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പം ഇതേ കിച്ചണിൽ തന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഓൾവേസ് കാണാറുണ്ട്, ഒരു മനുഷ്യന് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫ്രിഡ്ജ് വെക്കുന്ന സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു പുതിയ ഫ്രിഡ്ജ് മേടിച്ച് ഏകദേശം ഇവിടെ വെക്കാൻ സാധിക്കും. അതിൻ്റെ ഏകദേശം ഒരു വലിപ്പം ഇവിടെ ഉണ്ട്. അതിനൊരു വാട്ടർ പോകാനുള്ള ഒരു ഔട്ട്ലെറ്റും ഉണ്ടാവും, പവറും ഉണ്ടാവും അവിടെ തന്നെ. അത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരിക്കും, അതിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഇവിടെ വെക്കാൻ സാധിക്കും. നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളോ പാലും മുട്ടയൊക്കെ വെക്കുന്ന ഫ്രിഡ്ജ് ഇവിടെയാണ്. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഏകദേശം ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ കിച്ചണിൽ ഇലക്ട്രിക്കും ഗ്യാസും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഗ്യാസ് നമ്മൾ കുറ്റിയിൽ വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്. ഗ്യാസ് എന്ന് പറയുന്നത് പൈപ്പിൽ കൂടെയാണ് വരുന്നത്. നമ്മൾ വീടിൻ്റെ പുറത്ത് ഗ്യാസ് മെഷർ ചെയ്യുന്ന ഒരു മീറ്റർ ഉണ്ട്. അത് മെഷർ ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വരുന്നത്. അത് കിച്ചണിലേക്ക് വരുന്നു, നമ്മളത് യൂസ് ചെയ്യുന്നു, അതിൻ്റെ ബില്ല് നമുക്ക് വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അത് തന്നെയാണ് വെള്ളത്തിൻ്റെ ഒരു മീറ്റർ വീടിൻ്റെ ഔട്ട് സൈഡ് ഉണ്ട്. അത് മെഷർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് മെഷർ ചെയ്ത് അതിന് ബില്ല് നമുക്ക് തരും. അങ്ങനെയാണ് വരുന്നത്. സെയിം വിത്ത് ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു മീറ്റർ അവിടെ റീഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ബില്ലായിട്ട് വരും. ഇനി നമുക്ക് ഈ വീടിൻ്റെ തന്നെ ഇനി നമുക്ക് ഈ വീടിൻ്റെ തന്നെ ഡൈനിങ് റൂമിൻ്റെ ശേഷമുള്ള ഔട്ട് സൈഡ് ഏരിയയിലേക്ക് പോകും. ഒരുവിധം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് തന്നെ ഔട്ട് സൈഡ് ഏരിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നല്ല വെതറുള്ള ദിവസങ്ങളുണ്ട്. ഇന്നിപ്പോൾ തണുപ്പുള്ള ദിവസമാണ്, പക്ഷേ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഔട്ട് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി, അതായത് ഔട്ട് സൈഡ് പാറ്റിയോയിലേക്ക് നമുക്ക് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇവിടെ വരുമ്പം ഈ വീടിൻ്റെ എന്ന് പറയുമ്പം നമുക്കറിയാം ഇത് എൻക്ലോസ്ഡ് ആണ്, അതായത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു റൂം പോലെയാണിത്. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കാറ്റ് കടന്നു വരില്ല, പക്ഷേ നമുക്ക് കാണാൻ പുറത്തുള്ള എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. വുഡൻ ഫ്ലോറിംഗ് ആണ്. മഴ പെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും വെള്ളം വീഴുകയൊക്കെ ചെയ്യുമെങ്കിലും 100 ഇയർ വരെയൊക്കെ തന്നെ ഈ വുഡ് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാവില്ല. എനിവേ നമുക്ക് ഔട്ട് സൈഡിലേക്ക് നോക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ കസേരയൊക്കെ ഇട്ട് ഇരിക്കാൻ സാധിക്കും. ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഒക്കെ വന്ന് ഇവിടെ ഇരിക്കാൻ സാധിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ വീടിൻ്റെ പുറത്തോട്ട് ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡിലോട്ട് നോക്കുമ്പോൾ മറ്റുള്ള വീടുകളും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് നമ്മളെയും ഏകദേശം കാണാൻ സാധിക്കും. പക്ഷെ നമ്മളതിന് ഒരു പിന്നീട് മതിലുള്ളത് കൊണ്ട് നമ്മളെ കാണാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഏകദേശം അവരെയും കാണാം. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ആൾക്കാർ ഇപ്പുറത്തുള്ളവർ ചിലപ്പോൾ ഏകദേശം അറിയുന്നവരായിരിക്കും, പക്ഷേ എല്ലാവരെയും ഒന്നും അറിയണമെന്നില്ല. എൻ്റെ അയലോകക്കാരന് ഒരാളെ അറിയാം, ഒരാളെ എനിക്കറിയത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം. എനിവേ നമുക്ക് അതിലൂടെ തന്നെ ഔട്ട് സൈഡിലേക്ക് ഇറങ്ങിക്കഴിയുമ്പം ഔട്ട് സൈഡിൽ
നാട്ടിലെ പോലെ വലിയ മരമോ അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലുള്ള ഏകദേശം ഏരിയ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അതായത് ഒരു കുറച്ച് ചെടി വെക്കാനുള്ള ഏരിയ, ഒരു ഔട്ട്ഡോർ ഏരിയ, ഒരു ചെടി വെക്കാനുള്ള സെറ്റപ്പ്. അപ്പോൾ ഇവിടെയുള്ള ഒരു സ്ഥലം ഞാൻ കാണിക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇത് നാരങ്ങയാണ്. ഇപ്പം നാരങ്ങ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ ഈ നാരങ്ങ ഒന്ന് കണ്ടു നോക്കുക. അതായത് നല്ല ടേസ്റ്റുള്ള നാരങ്ങയാണ്. ഇത് ശരിക്കും ഇവിടെ ചെയ്യുന്നതെന്നു വെച്ചാൽ ഇത് ഒത്തിരി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ ചെറിയൊരു മരത്തിൽ തന്നെ എൻ്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു 500 നാരങ്ങയിൽ ഇതുപോലെ ഉണ്ട്. ഇതുപോലെ ഉണ്ടാകുന്ന സീസണിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇത് ആർക്കും വേണ്ട, കാരണം എല്ലാ വീടുകളിലും ഇത് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ചെയ്യുന്നത് നാരങ്ങാച്ചാർ ഇടുക എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ടക്കീലയുടെ കൊടുത്ത് ടച്ചിങ് ചാട്ട് ഉപയോഗിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. എനിവേ ഇത് ഞാനിവിടെ ഇടുകയാണ്. പിന്നെ ഉള്ള ചെറിയൊരു ഏരിയ നമുക്ക് നമ്മുടെ ഗാർഡനിങ്ങിനുള്ള ആവശ്യമോ അല്ലെങ്കിൽ പച്ചക്കറി വളർത്താനോ ഒക്കെ ആയിട്ട് സാധിക്കും. അതിപ്പോൾ ഏകദേശം ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. നമുക്ക് ഇതിലൂടെ ഒന്ന് പോയി നോക്കാം അങ്ങോട്ട്. ഇപ്പം ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ആണ്. നമുക്ക് ഗാർഡനിങ്ങിനുള്ള ചെറിയൊരു ഏരിയ ഉണ്ടാവും. പിന്നെ നമുക്ക് ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കാം. നമുക്കിവിടെ പോയി നോക്കാം. സെയിം ഏരിയ നമുക്ക് ഔട്ട് സൈഡ് ഇറക്കി. ഒരുവിധപ്പെട്ട വീടുകളൊക്കെ തന്നെ ഏകദേശം ഈ ഷേപ്പിലായിരിക്കും. നമ്മളിതുണ്ടോ കറിവേപ്പില നിൽക്കുന്നത്. നാട്ടിലെ അതേ കറിവേപ്പില അല്ല, പക്ഷേ ഇതാണ് നമ്മൾ കറിവേപ്പിലായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പറിച്ച് നമ്മുടെ കിച്ചണിലേക്ക് ഇടുകയാണ്. കിച്ചണിൽ കറിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില വീടുകളിൽ വലുതായിട്ടുണ്ട്, ഇത് ചെറുതാണ്. എനിവേ ഇതുണ്ടോ ഒരു പച്ചക്കറി തോട്ടം, ചെറിയൊരു പച്ചക്കറി തോട്ടം. നാട്ടിലെ പോലെ വിപുലമായ ഒരു പച്ചക്കറി തോട്ടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ചെറിയ പച്ചക്കറി തോട്ടം. നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാവും. സോയിലൊക്കെ സെപ്പറേറ്റ് ആണ്. അതായത് പച്ചക്കറിക്കുള്ള സോയിൽ വേറെയാണ്, ഫ്രൂട്ട്സിനുള്ള സോയിൽ വേറെയാണ്, അതിന് ഫ്ലവേഴ്സിനുള്ള സോയിൽ വേറെ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് സോയിൽ വാങ്ങിച്ചു വേണം ഇടാൻ. ഈ വീടിൻ്റെ പുറത്തുള്ള സോയിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ ഈ പറഞ്ഞ പച്ചക്കറിയോ ഫ്ലവേഴ്സോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സോയിൽ സെപ്പറേറ്റഡ് ആയിട്ട് വേണം. ഇത് ഫ്ലവറിനുള്ള സോയിലാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്ലവർ മാത്രം വെക്കാൻ പറ്റുള്ളൂ. നേരെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സോയിലാണുള്ളത്. പിന്നെ ഞാൻ മുമ്പേ കാണിച്ച പോലെ ഇനി നിങ്ങളിങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ വീടിൻ്റെ ഔട്ട് സൈഡാണ്. ഈ സൈഡിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ കടന്നു വരാം, പക്ഷേ അത് വീടിൻ്റെ ഓണർ മാത്രം യൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ മേടിച്ച സാധനമായിട്ട് ഞാൻ ഇതിലൂടെ വന്ന് വീടിൻ്റെ അകത്തോട്ട് കയറാൻ സാധിക്കും. പിന്നെ ഈ വീടിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഈ നിൽക്കുന്ന വലിയ മരങ്ങൾ. ഇതെല്ലാ വീടുകളിലും ഉള്ളതല്ല, ബട്ട് ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ഒരു കാര്യം കാണിക്കാനുള്ളത് ഔട്ട് സൈഡിലുള്ള ഒരു പ്രത്യേകതയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വീടുകളിലൊക്കെയുള്ള ഇതാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ തുണി വിരിച്ചിടാൻ വേണ്ടി നൂല് കെട്ടിയിടും. അതല്ലേ സംഭവിക്കാറ്. ഇവിടെ നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തൂക്കിയിടാം. ആരും വരുന്ന സ്ഥലമല്ലാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് നമ്മളെ തുണി അലക്കാൻ വേണ്ടി തൂക്കിയിടാൻ സാധിക്കുന്നതാണ്. നമുക്കിങ്ങനെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ മടക്കി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഔട്ട് സൈഡിൽ ഒരു വാട്ടറിൻ്റെ പോയിൻ്റ് ഉണ്ടാവും, ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ കാല് കഴുകണമെങ്കിലൊക്കെ നമുക്കിവിടെ ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ മുമ്പ് ഞാൻ കാണിച്ച പോലെ ലോണ്ട്രിയുടെ ആക്സസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിലൂടെ നമുക്ക് ലോണ്ട്രിയിലേക്ക് കടക്കാം. അപ്പോൾ ഈ സൈഡിൽ കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ലോണ്ട്രിക്ക് അകത്തോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡോറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇനി എന്തെങ്കിലും ഉള്ള സ്ഥലം ഈ വീടിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഒരു സ്ഥലമാണ്. നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും. ഇതാണ് വീടിൻ്റെ അടുത്ത സൈഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡാണ് ഇതിന് മുമ്പ് കണ്ടത്. ഇനി എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഈ സൈഡിൽ ഉണ്ടോ, ഇത് ചെറിയൊരു ഏരിയയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഫുൾ സ്പേസ് ഇല്ല നമുക്കൊരു പച്ചക്കറി നടാനോ ഫ്രൂട്ട്സ് നടാനോ ഒന്നും. പക്ഷേ നമുക്ക് ഗരാജിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. ആ ഗരാജിലൊരു ഡോറുണ്ട്. അത് ഡയറക്റ്റ് ഗരാജിലേക്കാണ്. നിങ്ങൾ എന്തെങ്കിലും വലിയ സാധനങ്ങളായിട്ട് വരുവാണെങ്കിൽ സാധനമായിട്ട് വന്ന് ഇതിലൂടെയും കയറാൻ സാധിക്കും. ഇപ്പോൾ വീടിൻ്റെ രണ്ട് സൈഡിലൂടെയും കയറാൻ സാധിക്കും, പക്ഷേ വീടിൻ്റെ ഓണേഴ്സിന് മാത്രം. വീടിന് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇതിലൂടെ അല്ല കയറേണ്ടത്, മെയിൻ ഡോർ അല്ലെങ്കിൽ ഗരാജ് വഴി. മെയിൻ ഡോർ വഴിയായിരിക്കും മിക്കപ്പോഴും കയറുന്നത്, ഗരാജ് വഴി അല്ല. അപ്പോൾ ഇതാണ് 700,000 ലെവലിലുള്ള ഒരു വീടെന്ന് പറയുന്നത്. ഇനി ഇതുകൂടാതെ മറ്റൊരു വീടും കൂടി നമുക്ക് പോയി നോക്കാം. അത് 750, ഇതിലും കൂടി ഇത്തിരി കൂടി വില കൂടിയ വീടാണ്. അതും ഇതുപോലെ തന്നെ ഒരു ആവറേജ് പേഴ്സൺ താമസിക്കാൻ സാധ്യതയുള്ള ഒരു വീടാണ്. രണ്ടുപേർക്കും ജോലിയുള്ള ഒരാൾ വാങ്ങിക്കാനും റെൻറ്റിന് വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു വീടാണ്. നമുക്ക് അതിൻ്റെ അകത്തെ വ്യത്യാസവും ഈ വീടിൻ്റെ വ്യത്യാസവും എന്താണെന്ന് നോക്കാം. അടുത്ത വീട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇന്ന് മറ്റൊരു വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ഇപ്പം മുമ്പേ കണ്ടത് 700,000 ആണെങ്കിൽ ഇത് $750,000 ഒരു വീടാണ്. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു സാധാരണക്കാരന് വരാൻ സാധ്യതയുള്ള ഒരു 4 ബെഡ്റൂം എന്നുള്ള രീതിയിലുള്ള ഒരു നോർമൽ വീടാണ് ഇവിടെ. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സെയിം അറേഞ്ച്മെൻറ്റ് തന്നെ, ഒരു ഗരാജ്, അപ്പുറത്തൊരു ഡോറ്. നമ്മൾ ഗരാജിൽ കൂടെ അകത്തോട്ട് കയറുകയാണ് താൽക്കാലികമായിട്ട്. അപ്പോൾ ഗരാജിൽ 2 വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ടാവും. അതുപോലെ ഇവിടുത്തെ വേസ്റ്റ് ബിന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. വേസ്റ്റ് ബിന്ന് നമുക്ക് നമ്മുടെ കൗൺസിൽ തന്നെ നമുക്ക് വേസ്റ്റ് ബിൻ തരും. 2 വേസ്റ്റ് ബിന്നാണുള്ളത്. ഒന്ന് യെല്ലോ വേസ്റ്റ് ബിന്ന്, പിന്നെ അതുകൂടാതെ നമുക്കൊരു ചെറിയ വേസ്റ്റ് ബിന്നുണ്ട്. ഇവിടെ അത് റെഡാണ്.
പലയിടത്തും പല കളറാണ്. ബട്ട് എനിവേ നമുക്ക് 2 ബേസ്മെൻറ്റാണ് പൊതുവെ തരാറ് കൗൺസിലുകാർ. അത് നമ്മൾ ഗരാജിലാണ് പൊതുവെ വെക്കാറ്. പിന്നെ നമ്മൾ 2 വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നു. അതുപോലെ മറ്റേ വീട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഗരാജിൽ നിന്ന് നമുക്ക് അകത്തോട്ട് പോകാനുള്ള ഒരു ഡോർ കൂടിയുണ്ട്. അതിപ്പോൾ തുറക്കാനുള്ള കീ എൻ്റെ ഇല്ല. ബട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു വണ്ടി വേണമെങ്കിൽ താൽക്കാലികമായിട്ട് കയറ്റിയിടാം. പക്ഷേ അവിടുത്തെ വീടിന് അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തിരി കൂടി വലിപ്പോൾ സൗകര്യം കൂടുതലുള്ളൊരു വീടാണ് തോന്നുന്നു. ഈ ഗരാജ് ഇത്തിരി കൂടി വലുതാണ് മറ്റേനെ കഴിഞ്ഞും. നമുക്ക് എന്തായാലും ഗരാജിൽ നിന്ന് അകത്തേക്ക് കയറി നോക്കാം. നമ്മളെ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് പോകുന്ന ഇതുവഴിയാണ്. അപ്പോൾ നമുക്ക് ഗരാജിൽ നിന്ന് അകത്തേക്ക് കയറി നോക്കാം. ഇതിലൂടെ വരുന്നു. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ഒരു കോറിഡോറാണ് ഇവിടെ വരാൻ പോകുന്നത്, സെയിം കോറിഡോർ. പക്ഷേ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ മെയിൻ ബെഡ്റൂം ആയിരുന്നു നമ്മൾ ഇതിന് മുമ്പിലത്തെ വീട്ടിൽ കണ്ടതെങ്കിൽ ഇത്തവണ അവിടെ ലിവിങ് റൂമാണുള്ളത്. നമുക്ക് അവിടെ ഒന്ന് ലിവിങ് റൂമിൽ തൊട്ട് തുടങ്ങാം ആദ്യം തന്നെ. ഓക്കെ, മറ്റേ വീട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വീട്ടിലേക്ക് വരുമ്പം ഈ വീടിൻ്റെ ആദ്യം തന്നെ എൻട്രി ചെയ്ത സ്ഥലത്ത് തന്നെ നമുക്ക് ലിവിങ് റൂമാണുള്ളത്. ആ ലിവിങ് റൂമിൻ്റെ അതൊരു ഓപ്പൺ ലിവിങ് റൂമാണ്. അതായത് നമുക്കിതിന് പ്രത്യേകിച്ചൊരു ഡോറോ ഒന്നുമില്ല. നമുക്കിവിടെ വരുമ്പോൾ കാണാം നമ്മുടെ ലിവിങ് റൂമിലുള്ളത് കാർപ്പറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ കോറിഡോറിലുള്ളത് വുഡൻ ഫ്ലോറിംഗ് ആണ്. പക്ഷേ നമ്മുടെ ലിവിങ് റൂമിൽ ഇപ്പോൾ കാർപ്പറ്റാണുള്ളത്. അതുപോലെ സെയിം ആയിട്ട് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹീറ്റിങ്ങിനും കൂളിങ്ങിനും ഹീറ്റിങ്ങിനും ഉള്ള വെൻറ്റും ഉണ്ട് ഈ റൂമിൽ തന്നെ. ഡൗൺ ലൈറ്റ്സും ഉണ്ടാവും. അതുപോലുള്ള സ്വിച്ചുകളും പവർ ഔട്ട്ലെറ്റും ഒക്കെ ഉണ്ടാവും. അത് മറ്റൊരു വ്യത്യാസം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ വീട്ടിലെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പോർട്രേറ്റ് ആയിട്ടുള്ള വിൻഡോ ആണ്. മറ്റേത് ഒരു ഫുൾ വിൻഡോ ആയിരുന്നു. ബട്ട് അതുകൂടാതെ ഇതിൻ്റെ കർട്ടൻ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ നമുക്കിത് വലിച്ച് ഇങ്ങനെ താഴോട്ട് താത്താൻ പറ്റുന്ന ഒരു കർട്ടനാണുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റേ വിൻഡോ ടൈപ്പിൽ നിന്നും കർട്ടൻ ടൈപ്പിൽ നിന്നും വ്യത്യസ്തമാണ് ഈ വിൻഡോ ടൈപ്പ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് പൊതുവേ കാണാറുള്ള സാധാരണ വീടുകളിൽ കാണുന്ന ഈസി ആയിട്ടുള്ള വിൻഡോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ നമ്മൾ വലിക്കും തോറും ഇത് മുകളിലേക്ക് പോകും. അതുകൂടാതെ നമുക്കിത് വേണമെങ്കിൽ തുറക്കാൻ സാധിക്കും, പക്ഷെ തുറക്കാറില്ല. ഇത് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തുറക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അങ്ങനെ നമ്മൾ ഇത് വേണമെങ്കിൽ ഓപ്പൺ ആക്കി ഇടാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് ഈ ലിവിങ് റൂമിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും മറ്റേ ഇതുമായിട്ടില്ല. ബട്ട് ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് പോകാം. ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ഡോറ്. ഇത് ലോക്ക്ഡ് ആണ്. നമ്മളിപ്പോൾ ഗരാജിൽ കൂടെയാണ് കടന്നു വന്നത്. മറ്റേ വീടുകൾ തന്നെ നമ്മുടെ മെയിൻ ആൾക്കാർ വരുമ്പോൾ ഇതിൽ ഈ ഡോറിൽ കൂടെയാണ് കടന്നു വരാൻ പോകുന്നത്. അതിനുശേഷം കാണാൻ പോകുന്നത് ഈ മെയിൻ കോറിഡോറാണ്. ഒരുവിധപ്പെട്ട വീടുകളൊക്കെ തന്നെ ഇത് നമ്മുടെ ഗരാജ് ആയിരുന്നു. ഇതിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഇതാണ് നമ്മുടെ 2 ബെഡ്റൂംസ്. ഇതൊരു ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു പോയി നോക്കാം. ഈ ബെഡ്റൂം എന്ന് പറയുന്നത് മെയിൻ ബെഡ്റൂമാണ്. കാരണം ഒബ്വിയസ്ലി ഇതിൻ്റെ കൂടുതൽ തന്നെ ടോയ്ലറ്റും വാർഡ്രോബും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ കണ്ടല്ലോ കാർപ്പറ്റാണ് ഇവിടെ ഉള്ളത്. സോ ഈ ബെഡ്റൂമിൽ കാർപ്പറ്റാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ തന്നെ ടോയ്ലറ്റും ഒരു കബോർഡും ഉണ്ട്. സെയിം അറേഞ്ച്മെൻറ്റ്, ഹീറ്റിങ്ങും കൂളിങ്ങും ഒക്കെ ഉണ്ട്. ഒരു വിൻഡോ ഉണ്ട്. വിൻഡോയുടെ അറേഞ്ച്മെൻറ്റ് കണ്ടല്ലോ, ഇതിൻ്റെ വ്യത്യസ്തമാണ്. മറ്റേത് മറ്റൊരു രീതിയായിരുന്നു. ഹാഫ് നമുക്ക് തുറക്കാം അങ്ങനെയായിരുന്നു. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഒന്നെങ്കിൽ ഡ്രാഗ് ചെയ്ത് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ഉണ്ട്. ഇത് 2 ഓപ്ഷൻസേ നമുക്കുള്ളൂ. ബട്ട് ഇത് ഇത്തിരി വ്യത്യസ്തമാണ്. ഇത് ഇത്തിരി ലോ കോസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് എനിവേ നമുക്ക് ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇത്തിരി കൂടി കൺജസ്റ്റഡ് ആണ്. മറ്റേത് വലുതായിരുന്നു. നമ്മൾ വാർഡ്രോബിനുള്ളിലൂടെ കടന്നു പോയത്. പക്ഷേ ഇത് ടോയ്ലറ്റ് ഒരു ഷവർ ക്യൂബിക്കിൾ ഉണ്ട് ഇവിടെ. അതുകൂടാതെ നമ്മൾ കാണിച്ച പോലെ തന്നെ ഷവർ ക്യൂബിക്കിൾ, സെയിം ഷവർ ക്യൂബിക്കിൾ, വിൻഡോ ഗ്ലാസ് വെച്ചിട്ട്, പിന്നെ ഒരു ടോയ്ലറ്റ്, പിന്നെ ഒരു വാഷ് ബേസിന്. ഇതാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വാർഡ്രോബ് അല്ലെങ്കിൽ ഈ മെയിൻ ബെഡ്റൂമുകൾക്കൊക്കെ തന്നെ വാർഡ്രോബ് ഉള്ളത് അല്ലെങ്കിൽ വോക്ക് ഇൻ കബോർഡ് ഉണ്ട്. ആ കബോർഡ് ഏതാണ് നമുക്കൊന്ന് നോക്കാം. കബോർഡിലാണ് നമ്മുടെ തുണിയും അങ്ങനെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അത് വേറൊരു റൂമായിട്ടാണ് ഇവിടെ ഉള്ളത്. മറ്റ് വീടുകളിൽ വ്യത്യസ്തമായിട്ട് ഈ കബോർഡിന്റെ ഇതാണ് നമ്മുടെ കബോർഡ് അല്ലെങ്കിൽ വാർഡ്രോബ്. കബോർഡല്ല, വാർഡ്രോബിൻ്റെ അകത്തുള്ള ഇതിനെയാണ് കബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ കബോർഡ് ഇല്ല, പക്ഷെ നമുക്ക് കബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്ന് നമ്മുടെ തുണിയൊക്കെ തൂക്കിയിടുകയും അതുപോലെ ഡ്രസ്സ് ചേഞ്ച് ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്ക് തുണി തൂക്കിയിടുക, സാധനങ്ങൾ വെക്കുക, അതിനുള്ള നല്ല സൗകര്യം. അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വോക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കബോർഡുള്ള ഒരു ഡ്രസ് ചേഞ്ച് റൂം എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ അതാണിത്. ഈ റൂം ടോയ്ലറ്റിനോട് നെക്സ്റ്റ് ആയിട്ടാണ് ഉള്ളത്. മറ്റേതുപോലെ അതിൻ്റെ ഉള്ളിലൂടെ കടന്ന് നല്ല ടോയ്ലറ്റിലേക്ക് പോകുന്നത്. ഇത് വേറൊരു രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്. ഇതൊരു വേറൊരു ഫ്ലോർ പ്ലാൻ ലേഔട്ടാണ്. ഫ്ലോർ പ്ലാൻ ഞാൻ ആദ്യം കാണിച്ചിരുന്നു. അപ്പോൾ ഫ്ലോർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല, വേറൊരു ലേഔട്ടാണ്. അതേ റൂമിന് ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു റൂം കൂടി ഉണ്ട്, സെയിം അറേഞ്ച്മെൻറ്റിൽ. പക്ഷേ ഇത് മെയിൻ ബെഡ്റൂം അല്ല. കാരണം ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റോ അല്ലെങ്കിൽ വാർഡ്രോബുകളോ വാർഡ്രോബുകളോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു റൂം, ഒരു വിൻഡോ, അതുകൂടാതെ ഒരു കബോർഡ് ഉണ്ട്, ലിനൻ കബോർഡ്. നമുക്ക് തുണിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കബോർഡ് ഉണ്ട് ഇവിടെ. ആ കബോർഡ് നമ്മൾ ഓപ്പൺ ആക്കി കാണിക്കാം. മുമ്പേ കണ്ട അതേ ടൈപ്പ് കബോർഡ്. ഇതിൻ്റെ വിൻഡോ ഇത്തിരി വ്യത്യസ്തമാണ്. ഇതിൻ്റെ ഡോർ ഇത്തിരി വ്യത്യസ്തമാണ്. ഇത് ഇത്തിരി വുഡൻ ഡോറാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി വ്യത്യാസം. പക്ഷേ അകത്തെ അറേഞ്ച്മെൻറ്റ് സെയിം ആണ്. നിങ്ങൾക്ക് തുണി തൂക്കിയിടാം. നിങ്ങളുടെ ബെഡ്റൂം മാട്രസ് ബെഡോടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണീക്കാൻ തുണി തൂക്കിയിടുക, എല്ലാ കാര്യങ്ങളും. അപ്പം
ഇത് മെയിൻ ബെഡ്റൂം അല്ല, കാരണം ഇത് ടോയ്ലറ്റും ഇല്ല, അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാർഡ്രോബുകളും കുറവാണ്, സ്പേസും കുറവാണ്. ഇത് ചെറിയ ബെഡ്റൂമാണ് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് മെയിൻ ബെഡ്റൂം അല്ല. നമുക്ക് ഈ ചെറിയ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പെട്ടെന്ന്. ഇതിന് ഓൾറെഡി വീടിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് വീണ്ടും നമ്മൾ കോറിഡോറിലേക്ക് എത്തുന്നു. കോറിഡോറിൽ നിന്ന് പിന്നെയും പോകുമ്പം സെയിം മറ്റൊരു രീതിയിലുള്ള ഒരു കിച്ചൺ. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ്. ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയയിലുള്ള ഒരുവിധ പെട്ട വീടുകളൊക്കെ തന്നെ ഓപ്പൺ കിച്ചണാണ്. ഈ ഓപ്പൺ കിച്ചനും മറ്റേ വ്യത്യസ്തമല്ലാത്ത ഒരു ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. സെയിം അറേഞ്ചുകളൊക്കെ തന്നെയാണ്. ഇതൊരു കിച്ചൺ ഐലൻഡ്. ഈ കിച്ചൺ ഐലൻഡിൻ്റെ അടിയിൽ കുറേ കബ്ബോർഡുകളുണ്ട്, നമുക്ക് തുറക്കാൻ പറ്റുന്ന കുറേ ഡോറുകളുള്ള കുറേ സാധനം. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ വെക്കാം. കത്തി, സ്പൂണ്, അങ്ങനത്തെ സകല സാധനവും ഇവിടെ വെക്കാം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പേരെടുത്ത് പറയാനാണെങ്കിൽ ഡിഷ് വാഷർ ഇവിടെ ഉണ്ട്. അതുകൂടാതെ വാഷ് ബേസിൻ ഉണ്ട്. നമുക്ക് 2 ഹോളുള്ള വാഷ് ബേസിൻ ഇച്ചിരി സൗകര്യമുണ്ട്. കാരണം ഒന്നിൽ കഴുകാം, ഒന്നിൽ വേറെ എന്തെങ്കിലും ഭക്ഷണത്തിന് ഇറച്ചി കട്ട് ചെയ്യുകയോ അങ്ങനെ വല്ലതും ചെയ്യുവാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉള്ളത്. പിന്നെ അതുകൂടാതെ ഇത് ഇച്ചിരി വ്യത്യസ്തമായിട്ട് ഇതിനൊരു വിൻഡോ കൂടിയുണ്ട് ഈ ഇതിന് സൈഡിൽ. അപ്പോൾ നമ്മളിത് തുറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല പോലെ ഇപ്പം തന്നെ എൻ്റെ മുഖത്ത് നോക്കിയാൽ നമ്മൾ ലൈറ്റിൽ നല്ല വ്യത്യസ്തമായ എഫക്റ്റ് ആയിരിക്കും. അതായത് നമുക്കൊരു മോർണിംഗിൽ വന്നു കഴിയുമ്പോൾ നമ്മളൊരു ചായ ഉണ്ടാക്കാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു വിൻഡോ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഞാനിതിങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാൻ കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനൊരു വിൻഡോ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ലൈറ്റ് വരുമ്പം നല്ലൊരു ഗുഡ് ഫീലിംഗ് ആണ്. എന്താണ് സണ്ണി ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഗുഡ് ഫീലിംഗ് ആണ്. അപ്പോൾ ഒരു വിൻഡോ ഉണ്ട്. അതുകൂടാതെ മുമ്പേ കാണിച്ച മൈക്രോവേവ് ഓവനുള്ള സ്പേസ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് മുകളിലാണ്. അതിനുള്ള പവർ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ടാവും. നമുക്ക് മൈക്രോവേവ് ഓവൻ വെച്ച് നമുക്ക് ഭക്ഷണം ചൂടാക്കുകയൊക്കെ ചെയ്യാം. പിന്നെ സെയിം ഗ്യാസിൻ്റെ അറേഞ്ച്മെൻറ്റ് കുറ്റിയല്ല, ഇവിടെ പൈപ്പിൽ കൂടെയാണ്. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. മീറ്റഡ് ആണ്. വരുന്നു, നമ്മൾ ഓണാക്കുന്നു, ഫുഡ് കുക്ക് ചെയ്യുന്നു, അത്ര തന്നെ. ഇല്ല, ഗ്യാസ് ഇപ്പോൾ കണക്റ്റഡ് അല്ല, ബട്ട് കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം താഴെ ഒരു ഗ്രില്ലിംഗ് ഏരിയ ഉണ്ട്. ആ ഗ്രില്ലിംഗ് ഏരിയയിൽ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കബോർഡ്, കിച്ചൺ കബോർഡ് എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, മറ്റടുത്ത് കണ്ടുള്ള അതിലും ചെറുതാണിത്. ഇവിടെ നമുക്ക് കുറേ സാധനങ്ങൾ വെക്കാൻ സാധിക്കും, നമ്മുടെ കുക്കിങ്ങിനുള്ള സകല സാധനങ്ങളും. അതുപോലെ പൊതുവേ ഇതിൻ്റെ മേളിലുള്ള കബോർഡിൽ നമ്മൾ വെക്കാറ് നമ്മുടെ കിച്ചൺ ആവശ്യമായിട്ടുള്ള പൊടികൾ, മുളക് പൊടി, മഞ്ഞൾ പൊടി, അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ കബോർഡുകൾ വെക്കാറ്. പിന്നെ അവിടെ കണ്ട പോലെ തന്നെ സെയിം ഒരു മനുഷ്യന് കയറി നിൽക്കാനുള്ള ഇടയുള്ള ഒരു സ്പേസ്. ഇത് എന്തിനാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതേ യൂസ് ഫ്രിഡ്ജിന് വേണ്ടി തന്നെ അവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ വാട്ടർ വരാനുള്ള ഒരു ഔട്ട്ലെറ്റും അതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. നമ്മൾ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മൾ കയറി വന്ന കോറിഡോർ. ഈ കോറിഡോറിൽ നമ്മൾ തിരിച്ച് നടന്നു വരുന്നു. അപ്പോൾ ഇതൊരു ഓപ്പൺ കിച്ചൺ, അതിന് അവിടെ കുക്ക് ചെയ്യാം നമുക്ക്. അതിനുശേഷം അതുകൂടാതെ ഇതാണ് ഈ ബിഗ് ഏരിയയാണ് നമ്മുടെ ലിവിംഗ് എന്ന് പറയുന്നത്. ആ ലിവിങ്ങിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അധികം, പക്ഷേ ഇതൊരു സ്ലൈഡിംഗ് ഡോറാണ്, ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഡോറല്ല. ഇത് സ്ലൈഡ് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു ചെറിയ കോറിഡോറിലേക്ക് കടക്കുകയാണ്. കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കോറിഡോർ, മറ്റേ അത്രയും വലിയ കോറിഡോർ അല്ല. അപ്പം നമ്മൾ ചെറിയ കോറിഡോറിലേക്ക് കടന്നു. കോറിഡോറിലേക്ക് കടന്നതിന് ശേഷം ഇത് ലിനൻ കബോർഡ് പറയുന്നില്ല, കൂടുതലൊന്നും പറയുന്നില്ല. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണികളൊക്കെ വെക്കാം. അതുകൂടാതെ നമ്മുടെ ലോണ്ട്രി ഏരിയ, നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലം, അവിടെ ഒരു കബോർഡ് ഉണ്ട്. സെയിം ഔട്ട് സൈഡിലേക്ക് കടക്കാം. സെയിം സ്ട്രക്ചറാണ് പൊതുവെ എല്ലാ വീടുകൾക്കും തന്നെ. പിന്നെ ഉള്ളത് പെട്ടെന്ന് പോവുകയാണ്. ഇതൊരു ബെഡ്റൂം, സെയിം അറേഞ്ച്മെന്റ്. ബെഡ്റൂമിന്റെ കബോർഡ് സെയിം കബോർഡ്. ഇത് ഒരുവിധപ്പെട്ട വീടുകൾക്കൊക്കെ തന്നെ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ്. വീടിന്റെ കബോർഡ് ഇങ്ങനെയാണ് വരാൻ സാധ്യത. കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരാൾക്ക് കയറി നിൽക്കാം, നമ്മുടെ തുണി ഇവിടെ തൂക്കിയിടാം, നമ്മുടെ ബെഡ് ഇവിടെ ഉണ്ട്, നമുക്ക് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. തിരിച്ച് നമ്മൾ കോറിഡോറിലേക്ക് ഇറങ്ങുമ്പോൾ കോറിഡോറിലേക്ക് എത്തി. ഇനി കോറിഡോറിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെ വേറൊരു ബെഡ്റൂമുണ്ട്, ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം സെയിം അറേഞ്ച്മെന്റ് ആണ്. ബെഡ്റൂം, കബോർഡ് സെയിം തന്നെ. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് ലിവിങ്ങിലേക്ക് ഇവിടെ കിച്ചൺ ഉണ്ട്. ഇതിന് ശേഷം നമുക്ക് ഔട്ട് സൈഡ് പോകാൻ എപ്പോഴും ഒരു അറേഞ്ച്മെന്റ് ഓസ്ട്രേലിയയിലുള്ള വീടുകൾക്കൊക്കെ തന്നെ ഉണ്ടാവും. ഔട്ട് സൈഡിലേക്ക് പോകുന്നത് സ്ലൈഡിംഗ് ഡോറാണ്. സ്ലൈഡിംഗ് ഡോർ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുക. മിക്ക വീടുകൾക്കും ഫ്ലൈ സ്ക്രീൻ ഉണ്ട്. ഫ്ലൈ സ്ക്രീനിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈച്ചയെ വീടിനകത്തോട്ട് കയറ്റായിരിക്കും. നമുക്ക് കാറ്റ് മാത്രം മതിയെങ്കിൽ ഈച്ച കയറാതിരിക്കാൻ വേണ്ടി ആണ്. ഇത് നമ്മൾ ഫ്ലൈ സ്ക്രീൻ കൂടെ തുറന്നാൽ മാത്രമേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കുള്ളൂ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വുഡൻ ഒരു ഡെക്കാണുള്ളത്. ഈ ഡെക്കിൽ നമുക്ക് ഒരു ചെറിയൊരു വുഡൻ ഡെക്ക്. ഇവിടെ നമുക്ക് ഔട്ട്ഡോർ ബാർബിക്യൂ അങ്ങനത്തെ കാര്യങ്ങൾ ഓസ്ട്രേലിയക്കാർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, ഔട്ട്ഡോർ ബാർബിക്യൂ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു സ്ഥലമാണിത്. പിന്നെ കുറച്ച് ഗാർഡൻ ഏരിയ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെടികളൊക്കെ നടാം. ഇത് ഒരു പുതിയ ഒരാൾ വരാൻ പോകുന്ന വീടായതുകൊണ്ട് തന്നെ അധികം ഗാർഡനോ അങ്ങനെ പച്ചക്കറികളോ ഒന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇതാണ് അതിനുള്ള ഏരിയ എന്ന് പറയുന്നത്. വീടിൻ്റെ 2 സൈഡ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് പോയി നോക്കാം. വീടിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം. വീടിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഓപ്പൺ സ്പേസ് ആണ്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, മെറ്റൽ ഇട്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഒരു ഔട്ട്ഡോർ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു
ടൂൾ ബോക്സ് പോലത്തെ ഒരു സാധനം അവിടെ ഉണ്ട്. ബട്ട് അത് വീടിനോട് കൂടെ കിട്ടുന്നതല്ല, അത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ വീടിൻ്റെ മറ്റേ സൈഡും കൂടെ പോയി നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ലുക്ക് എന്നുള്ളത്. ഇതേപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ലുക്കും എന്ന് വരാൻ പോകുന്നത്. കണ്ടോ, ഇതിന് മറ്റേ വീടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗരാജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടൊരു ഡോറ് കൂടിയുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും ആ ഡോറിൽ നിന്ന് നമുക്ക് വലിയ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് വരാൻ ഈ വീട്ടിൽ വരികയാണെങ്കിൽ എളുപ്പമുണ്ട്. അതായത് ഹെവി ആയിട്ടുള്ള ഡോറിൽ കൂടെ കടന്നു വരാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഇതിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഡോറിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് കടത്തിക്കൊണ്ട് പോകാൻ പറ്റും. മറ്റേ വീടിന് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരാജിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ ഡോർ ഇല്ലായിരുന്നതുകൊണ്ട് നമുക്കത് പറ്റില്ലായിരുന്നു. എനിവേ, ഈ വീടും മറ്റേ വീടും നമ്മളിപ്പോൾ കണ്ടു, 2 വീടും കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലെ ഏകദേശം ഒരു സാധാരണക്കാരൻ താമസിക്കുന്ന വീടുകളുടെ ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ഓസ്ട്രേലിയയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഇൻഫർമേറ്റീവ് ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ്.